പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. മാത്സിൽ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, നാച്ചുറൽ നമ്പേഴ്സ് ഉൾപ്പെടുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് നോക്കാം. ലെറ്റ് പി ഓഫ് എൻ ബി എ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻവോൾവിംഗ് നാച്ചുറൽ നമ്പേഴ്സ് എൻ such that the statement is true for n is equal to 1, that is p of 1 is true, and if the statement is true for n is equal to k, where k is a positive integer or natural number, then the statement is also true for n is equal to k plus 1. Then the statement p of n is true for all natural numbers n. അത് തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ അത് നാച്ചുറൽ നമ്പേഴ്സ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ള നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനിലെ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ പി ഓഫ് എൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പി ഓഫ് എൻ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പി ഓഫ് എൻ ട്രൂ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എന്ന് കരുതുന്നു. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു 1. അതായത് n 1 ആകുമ്പോൾ പി ഓഫ് എൻ ട്രൂ ആയിരിക്കും. അത് പി ഓഫ് 1 ഈസ് ട്രൂ. ആൻഡ് ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k, n k ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ n ഈക്വൽ ടു k പ്ലസ് 1 ആകുമ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് കിട്ടുന്നു എന്ന് കരുതുക. കെ വാല്യൂ കെ എന്നൊരു നാച്ചുറൽ നമ്പർ ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അതിനടുത്ത നാച്ചുറൽ നമ്പറിനും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് വരിക. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് n 1 ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകുക, അതായത് പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി n k ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ k പ്ലസ് 1നും n ഈക്വൽ ടു k പ്ലസ് 1നും സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആകുക. അതായത് ഈ പി ഓഫ് k ഈസ് ട്രൂ, ദെൻ പി ഓഫ് k പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. ഈ രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ പി ഓഫ് എൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏത് നാച്ചുറൽ നമ്പർ എന്നിനും ട്രൂ ആണ് എന്നാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയെന്ന് നോക്കാം. വർക്കിംഗ് റൂൾ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഡിനോട്ട് ദി ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ബൈ പി ഓഫ് എൻ. നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എന്ന് എഴുതുക. ഡിനോട്ട് the given statement by P of n. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ തന്നിരിക്കുന്ന പി ഓഫ് എന്നിന് n ഈക്വൽ ടു 1 ആകുമ്പോൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. പ്രൂവ് ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു 1. എന്നിൻ്റെ വാല്യൂ 1 കൊടുത്തുകൊണ്ട് പി ഓഫ് 1 ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3. മൂന്നാമത്തെ സ്റ്റെപ്പ്, അസ്യൂം ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k ആൻഡ് പ്രൂവ് ദാറ്റ് ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k പ്ലസ് 1. n ഈസ് ഈക്വൽ ടു k ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് k പ്ലസ് 1 ആകുമ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. ഈ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1. യൂസിങ് ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ prove that 1 plus 2 plus 3 plus etc plus n is equal to n into n plus 1 by 2. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n into n plus 1 by 2. നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചത് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. 1 plus 2 plus 3 plus etc plus n is equal to n into n plus 1 by 2. അതിനെ നമ്മൾ പി ഓഫ് എൻ എന്ന് എഴുതുന്നു. ലെറ്റ് പി ഓഫ് എൻ 1 plus 2 plus 3 plus etc plus n is equal to n into n plus 1 by 2. ഇനി നമ്മൾ ചെയ്യേണ്ടത് n is equal to 1 ആകുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ n is equal to 1, n is equal to 1 ആകുമ്പോൾ പി ഓഫ് 1 എന്ന് നമുക്ക് എഴുതാം. ഓർക്കുക, ഇത് 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അപ്പോൾ n 1 ആകുമ്പോൾ 1 മുതൽ 1 വരെയുള്ള സംഖ്യകൾ, അതായത് 1. എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. എൽ എച്ച് എസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് എൽ എച്ച് എസ് 1 ആയിരിക്കും. ഇനി ആർ എച്ച് എസ് എന്താണ്? ആർ എച്ച് എസ് ഈക്വൽ ടു ഈ n വരും 1 കൊടുക്കുക. 1 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ബൈ 2, ദെൻ 2 ഇൻറ്റു ക്യാൻസലായിട്ട് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ എൽ എച്ച് എസും ആർ എച്ച് എസ് സെയിം ആണല്ലോ. Therefore, P of n, ഇപ്പോൾ എൽ എച്ച് എസ് ആർ എച്ച് എസ് സെയിം ആയതുകൊണ്ട് n is equal to 1 ആകുമ്പോൾ P of n ട്രൂ ആണ്. P of n ഈസ് ട്രൂ ഫോർ n is equal to 1.
ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് n = k ആകുമ്പോൾ p of n ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ദാറ്റ് p of n is true for n = k. n = k ആകുമ്പോൾ p of n ട്രൂ ആണ്. ദാറ്റ് ഈസ് assume that, അതായത് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യുന്നത്? assume that p of k എങ്ങനെ വരും? 1 മുതൽ k വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് 1 + 2 + 3 + etc. പ്ലസ് k to k equal to k into k + 1/2 ഈസ് ട്രൂ. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇനി n = k ആകുമ്പോൾ p of n ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? n = k + 1 ആകുമ്പോഴും p of n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് p of n is true for n = k + 1. That is, we have to prove that നമുക്ക് എന്താ ഏത് ക്വസ്റ്റനാണ് പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ദാറ്റ് p of k + 1 says that 1 + 2 + etc. പ്ലസ് k പ്ലസ് ഇത് അപ് ടു k ആയി k + 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് p of k + 1 കാണുന്നത് പ്ലസ് k + 1 ഈക്വൽ ടു എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? n × n + 1/2 എന്നാണ്. 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിൻ്റെ ഇക്വേഷൻ n × n + 1/2 എന്നാണ്. അപ്പോൾ ഇവിടെ 1 മുതൽ k + 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. അപ്പോൾ k + 1 × k + 1 + 1/2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് p of k + 1 such that 1 + 2 + etc. പ്ലസ് k പ്ലസ് k + 1 k വരെയുള്ള സംഖ്യകളുടെ കൂടെ ഒരു സംഖ്യ കൂടെ കൂട്ടിയാൽ മതി. k + 1 കൂടെ കൂട്ടിയാൽ k + 1 വരെയുള്ള സമ്മവും ഈക്വൽ ടു k + 1 ഇൻറ്റു നമുക്ക് ഈ റൈറ്റ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. k + 1 + 1 എന്താവും? k + 2 ആവും. k + 2/2. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ LHS എടുത്ത് നോക്കാം. LHS ഈക്വൽ ടു 1 + 2 + etc. പ്ലസ് k പ്ലസ് k + 1. ദെൻ ദിസ് ഈക്വൽ ടു, ഇപ്പോൾ നോക്കുക ഈ ഭാഗം എന്താണ്? 1 മുതൽ k വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം. ഈ 1 മുതൽ k വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എന്താണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്? k × k + 1/2 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അത് ട്രൂ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? k × k + 1/2 എന്ന് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു k × k + 1/2 പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടണം? k + 1 കൂടെ കൂട്ടുക. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ നമുക്കറിയാം, ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ ഈ 2 കൊണ്ട് ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് k × k + 1 പ്ലസ് 2 × k + 1/2. ഇവിടെ /2 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 2 എടുക്കാം. ദാറ്റ് ഈസ് k × k + 1 പ്ലസ് 2 × k + 1 കോമൺ ഡിനോമിനേറ്റർ 2. ഈ രണ്ട് ടേമിലും ന്യൂമറേറ്ററിലെ രണ്ട് ടേമിലും k + 1 കോമൺ ആണ്. അതുകൊണ്ട് k + 1 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു k + 1 ഇൻറ്റു ഇവിടുന്ന് k + 1 എടുത്തു കഴിഞ്ഞാൽ ബാക്കി k ഉള്ള k പ്ലസ് ഇവിടെ 2 k + 2/2. അപ്പോൾ ഇതെന്തായി? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHSനോട് ഈക്വലായി. അപ്പോൾ ഈക്വൽ ടു RHS. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? p of LHS RHS സെയിം ആയതുകൊണ്ട് p of k + 1 ട്രൂ ആയിട്ട് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് p of n is true for n = k + 1. ഇനി ഇപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ p of n എന്നെടുത്തു. ഇപ്പോൾ 2 ആയിട്ട് n = 1ന് p of 1 n = 1ന് p of n ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. n = kക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് k + 1ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ദെൻ by principle of mathematical induction,
induction P of n is true for all natural numbers n. ഇത്ര എഴുതുന്നതോടുകൂടി നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ. Example 2. For all n greater than or equal to 1, prove that 1 square plus 2 square plus 3 square plus etc. plus n square is equal to n into n plus 1 into 2n plus 1 by 6. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n into n plus 1 into 2n plus 1 by 6. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിന് പി ഓഫ് n എഴുതാം. പ്രൂഫ്. ലെറ്റ് പി ഓഫ് n 1 square plus 2 square plus etc. plus n square equal to n into n plus 1 into 2n plus 1 by 6. ഇവിടെ നമുക്ക് n belongs to n, n is a natural number എന്നുള്ളതും കൂടെ സൂചിപ്പിച്ചേക്കാം. ദെൻ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട n 1 ആകുമ്പോൾ പി ഓഫ് 1 ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഫോർ n is equal to 1, p of 1. p of 1ൻ്റെ LHS നോക്കുക എന്തായിരിക്കും? 1 മുതൽ ഇവിടെ p of n എന്ന് പറഞ്ഞാൽ 1 മുതൽ n വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സിൻ്റെ സം. അപ്പോൾ p of 1 എന്ന് പറഞ്ഞാൽ 1 മുതൽ 1 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സിൻ്റെ സം. ദാറ്റ് LHS ഈക്വൽ ടു 1 സ്ക്വയർ ഈക്വൽ ടു 1. ഇനി RHSO? RHS നോക്കുക. RHSൽ ഇവിടെ എന്നിന് പകരം എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 6. ദാറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു 1 പ്ലസ് 1 2 ഇൻറ്റു 2 ഇൻറ്റു 1 2 2 പ്ലസ് 1 ആകുമ്പോൾ 3 വരും. 3 ബൈ 6. ന്യൂമറേറ്ററും 6 തന്നെയാണ്. ഇപ്പോൾ 6 ബൈ 6 ഈക്വൽ ടു 1. അപ്പോൾ LHSും ഈക്വൽ ടു RHS. Therefore P of n is true for n is equal to 1. P of n is true for n is equal to 1. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് n is equal to k ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അസ്യൂം ദാറ്റ് P of n is true for n is equal to k. That is, assume that P of k എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് എഴുതാം. P of k എന്താണ്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ, 1 മുതൽ k വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം ഈക്വൽ ടു. അപ്പോൾ ഇവിടെ P of n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 ആണ്. അപ്പോൾ 1 മുതൽ k വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ k ഇൻറ്റു എന്നിന് വരെ എല്ലായിടത്തും k കൊടുക്കുക. k ഇൻറ്റു k plus 1 into 2k plus 1 by 6 is true. അപ്പോൾ ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k plus 1 is true. P of k plus 1 means n-ൻ്റെ വാല്യൂ k plus 1 ആകുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് P of n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് P of k plus 1 എന്താണെന്ന് എഴുതി നോക്കാം. P of k plus 1 എന്താണ്? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഈ k സ്ക്വയർ വരെ എഴുതിയിട്ട് വേണം അടുത്ത ടൈം എഴുതാൻ. k സ്ക്വയർ പ്ലസ് അടുത്ത ടൈമായിട്ട് k plus 1ൻ്റെ സ്ക്വയർ, 1 മുതൽ k plus 1 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്, സ്ക്വയേഴ്സിൻ്റെ സമ്മ് ഈക്വൽ ടു. റൈറ്റ് സൈഡിൽ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിൽ എന്നിന് പകരം k plus 1 കൊടുക്കുക. അപ്പോൾ k plus 1 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ബൈ 6 എന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ n വരുന്നിടത്തെല്ലാം k plus 1 കൊടുക്കാം. അപ്പോൾ k plus 1 ഇൻറ്റു k plus 1 പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു k plus 1 പ്ലസ് 1 ബൈ 6. ഇതിൻ്റെ RHS നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. ദാറ്റ് ഈസ് k plus 1 ഇൻറ്റു k plus 1 പ്ലസ് 1 എന്ത് വരും? k plus 2 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 2k പ്ലസ് 2 എന്ന് വരും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 1
by 6. That is, we have to prove that നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? We have to prove that P of k plus 1 square plus 2 square plus etc plus k square plus k plus 1 square equal to എന്ത് പ്രൂവ് ചെയ്യണം? k plus 1 into k plus 2 into നോക്കുക, 2k plus 2 plus 1 എന്ന് പറഞ്ഞാൽ 2k plus 3 എന്ന് എഴുതാം. 2k plus 3 by 6. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ LHS നമുക്ക് എടുത്ത് നോക്കാം. LHS ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ പ്ലസ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി ഈ ഭാഗത്തിൻ്റെ സമ്മ് നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് ട്രൂ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമ്മിന് പകരമായിട്ട് നമുക്ക് ഈ എന്ത് കൊടുക്കാം? ഈ എക്സ്പ്രഷൻ കൊടുക്കാം. k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ബൈ 6 എന്ന് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ബൈ 6 പ്ലസ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ. ദിസ് ഈക്വൽ ടു നമുക്കറിയാം ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ 6 കൊണ്ട് ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 ബൈ 6 പ്ലസ് 6 ഇൻറ്റു k പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 6. കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് 6 എടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 6 ഇൻറ്റു k പ്ലസ് 1 ഹോൾ സ്ക്വയർ ബൈ 6. ദിസ് ഈക്വൽ ടു, ഇനി നോക്കുക, നമുക്കതിനകത്ത് ന്യൂമറേറ്ററിൽ 2 ടേംസ് ആണുള്ളത്. 2 ടേംസിൻ്റെ സമ്മായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിടത്തും k പ്ലസ് 1 രണ്ടിടത്തും കോമൺ ആണ്. നമുക്ക് ഡിനോമിനേറ്ററിലെ 6ഉം കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ബൈ 6 എന്നാണ് നമുക്ക് RHSൽ കിട്ടേണ്ടത്. അപ്പോൾ അതിനകത്ത് k പ്ലസ് 1ഉം 6ഉം നമുക്ക് ഓൾറെഡി ഈ ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് കോമൺ ആയിട്ട് മാറ്റി നിർത്താം. ദാറ്റ് ഈസ് k പ്ലസ് 1 ബൈ 6 ഇൻറ്റു, ഇവിടുന്ന് k പ്ലസ് 1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ k ഇൻറ്റു 2k പ്ലസ് 1, k ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് ഇവിടെ 6 k പ്ലസ് 1 ഉണ്ട്, 6 ഇൻറ്റു k പ്ലസ് 1. ദിസ് ഈക്വൽ ടു k പ്ലസ് 1 ബൈ 6 ഇൻറ്റു k ഇൻറ്റു 2 k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 2k സ്ക്വയർ പ്ലസ് k പ്ലസ് ഇവിടെ 6k പ്ലസ് 6 എന്ന് കിട്ടും. ഇവിടുത്തെ kയും 6kയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 7k എന്ന് എഴുതാം. അപ്പം 2k പ്ലസ് 1 ബൈ 6 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 എന്ന് എഴുതാം. k പ്ലസ് 1 ബൈ 6 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് RHSൽ എന്താണ് കിട്ടേണ്ടതെന്നുള്ളതാണ്. നമുക്ക് കിട്ടേണ്ടിയിരുന്നതായിരുന്നു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ബൈ 6. ഈ എക്സ്പ്രഷനെ ഇങ്ങോട്ട് എത്തിക്കുകയാണ് നമുക്ക് വേണ്ടത്. എന്നാലേ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് k പ്ലസ് 1ഉം 6ഉം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6ൽ നിന്ന് നമുക്ക് k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 കിട്ടുമെന്ന് നോക്കണം. അതായത് ഈ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6നെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. ദെൻ 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഈക്വൽ ടു, ഇവിടെ ഫാക്ടറൈസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഈ രണ്ടും k സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റായ 2ഉം കോൺസ്റ്റൻ്റായ 6ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 6 12. അത് കണക്ക് kയുടെ കോഎഫിഷ്യൻ്റ് 7ഉമാണ്. അപ്പോൾ ഗുണിച്ചാൽ 12ഉം കൂട്ടിയാൽ 7ഉം കിട്ടുന്ന 2 സംഖ്യകൾ നോക്കുക. ഗുണിച്ചാൽ 12ഉം കൂട്ടിയാൽ 7ഉം. അപ്പോൾ നമുക്കറിയാം 4 ഗുണം 3 12ആണ്, 4 പ്ലസ് 3 7ഉമാണ്. നമുക്ക് ഈ 7kയെ 4kയും 3kയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 ടേംസിൻ്റെ സമ്മായിട്ട് എഴുതും. അപ്പോൾ അങ്ങനെ എഴുതും 2k സ്ക്വയർ പ്ലസ് 4 3 നമ്മൾ കണ്ടെത്തിയ സംഖ്യകൾ 4k പ്ലസ് 3k പ്ലസ് 6 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ഇവിടുന്ന് ഇതിനകത്ത് രണ്ടിനകത്തും 2k കോമൺ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2k കോമൺ എടുക്കാം. 2k ഇൻറ്റു, ഇപ്പോൾ 2k സ്ക്വയർ ആണ്, അപ്പോൾ 2k കോമൺ എടുത്താൽ പിന്നെ k ഉള്ളൂ, പ്ലസ്
ഇവിടെ 4k ആണ്. ഇപ്പോൾ 2k 2 കൊണ്ട് ഗുണിച്ചാൽ 4k കിട്ടും. ഇപ്പോൾ k+2 എന്ന് വരും. 2k × k+2 പ്ലസ് ഇവിടെയും 3 കോമൺ ആണ്. ഈ രണ്ട് ടേംസിലും 3 കോമൺ ആണ്. അപ്പോൾ 3 × k+2 എന്ന് കിട്ടും. 3 × k 3k, 3 × 2 6. ദെൻ ഇതിൽ രണ്ടിലും k+2 കോമൺ ആണല്ലോ. അപ്പോൾ നമുക്ക് k+2 കോമൺ എടുത്താൽ k+2 × ദെൻ ഇവിടെ 2k ഉണ്ട്, ഇവിടെ +3 2k + 3. അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ആവശ്യമുള്ള ഫാക്ടറൈസ് കിട്ടി. k+2 × 2k + 3 എന്ന് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു k+1/6 × k+2 × 2k + 3. അപ്പോൾ നമുക്ക് RHS വേണ്ടിയിരുന്ന ഇതായിരുന്നു, ഈക്വൽ ടു RHS. ഇതൊന്നുകൂടെ ഫാക്ടറൈസ് ചെയ്യുന്നവർക്ക് ഗുണിച്ചാൽ 6 × 2 12, കെയുടെ കോഎഫിഷ്യൻറ്റ് 7. അപ്പോൾ ഗുണിച്ചാൽ 12ഉം കൂട്ടിയാൽ 7ഉം കിട്ടുന്ന രണ്ട് സംഖ്യകളാക്കി മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ 4 × 3 12, 4 + 3 7, 4kയും 3kയും ആയിട്ട് ഈ 7k സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ കോമൺ ഫാക്ടേഴ്സ് എടുത്തു. അപ്പോൾ LHS RHS സെയിം ആയിട്ട് കിട്ടി. Therefore P of n is true for n is equal to k+1. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതായത് n is equal to 1 ആകുമ്പോൾ P of n ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. n is equal to k ആകുമ്പോൾ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. Therefore by principle of mathematical induction, P of n is true for all natural numbers n, or all n belongs to n എന്ന് എഴുതിയാൽ മതി, കാരണം n is set of natural numbers. ഓക്കെ, നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി.